കാലഹരണപ്പെട്ട ഒരു നിയമം കാരണം ഒരു പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തങ്ങളുടെ വീട്ടുപറമ്പിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. പറമ്പിലുള്ള മരം മുറിക്കാനോ ഉപയോഗിക്കാനോ കഴിയാത്ത അവസ്ഥ. ഇത് ഒരു പ്രദേശത്തെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തണ്ണിത്തോട് പഞ്ചായത്തിലെ 6000-ഓളം വരുന്ന കുടുംബങ്ങൾ പഴയ ഒരു നിയമത്തിന്റെ കുരുക്കിലാണ്. സ്വന്തം പുരയിടത്തിൽ വളർത്തിയ വൃക്ഷം മുറിക്കാനോ ക്രയവിക്രയം നടത്താനോ പാടില്ല. ഒരു വീട് വെക്കണമെങ്കിൽ ഉരുപ്പടികൾക്ക് വേറെ വഴി നോക്കണം. വീട്ടിലെ ആഞ്ഞിലിയും പ്ലാവും മുറിച്ചാൽ വനംവകുപ്പിന്റെ പിടി വീഴും. അങ്ങനെ ചെയ്ത ചിലർ കോടതി കയറിയിറങ്ങുകയാണ്. സ്വന്തം പറമ്പിലെ അവകാശങ്ങൾക്കായി ഇന്നിവർ ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ സമരത്തിലാണ്. 1947 കാലഘട്ടം മുതലാണ് ഈ പ്രദേശത്തേക്ക് ആളുകൾ ജീവസന്ധാരണത്തിന് വേണ്ടി കുടിയേറി പാർക്കുന്നത്. അന്നത്തെ ഗവൺമെൻറ്റുകളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ പ്രദേശത്തേക്ക് പാവപ്പെട്ട ആളുകൾ കൃഷിക്ക് വേണ്ടി കടന്നു വരുന്നത്. അതേ തുടർന്ന് ആളുകൾ കൃഷി ചെയ്തു, ഇവിടെ സ്ഥിരമായി താമസിക്കാൻ ആരംഭിച്ചു. 60 കാലഘട്ടങ്ങൾ മുതൽ ഇവിടുത്തെ ആളുകൾക്ക് പട്ടയം ലഭിച്ചു. ഈ കടന്നു വരുന്ന കാലഘട്ടം വളരെ പട്ടിണിയും പ്രയാസവുമുള്ള ഒരു കാലത്താണ് മനുഷ്യനിവിടെ വരുന്നത്. കുട്ടികളുടെയും വരും തലമുറയുടെയും ഒരു ജീവസന്ധാരണത്തിനും നിലനിൽപ്പിനും വേണ്ടിയാണ് അന്നത്തെ ആളുകൾ, ഞങ്ങളുടെ പിതാക്കന്മാരായ ആളുകൾ കഷ്ടപ്പെട്ട് ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന് ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാല ലക്ഷ്യം. തുടർന്ന് താമസമായി 1960 കാലഘട്ടം മുതൽ ആളുകൾക്ക് പട്ടയം അന്നത്തെ ഗവൺമെൻറ്റുകൾ കൊടുത്തു. തുടർന്ന് വരുന്നതായ കാലഘട്ടത്തിൽ അവർക്ക് അന്നത്തെ ആളുകൾക്ക് കാര്യമായ അറിവില്ലാതിരുന്നതിൻ്റെ പേരിൽ ആളുകൾ കാലഹരണപ്പെട്ട നിയമങ്ങളുടെ പേരിൽ ഞെരുങ്ങുന്ന ഒരു കാഴ്ച അന്ന് തൊട്ടേ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു അനുഭവമുണ്ടാകുന്നതിന് ഒരു ചരിത്രമുണ്ട്. പണ്ട് കൊടും ക്ഷാമക്കാലത്ത് ഭക്ഷ്യ ഉൽപാദനത്തിന് വിട്ടുകൊടുത്ത ഭൂമിയാണിത്. പട്ടിണി മാറിയപ്പോൾ അന്തിയുറങ്ങാൻ ഭൂമിയില്ലാത്തവർക്ക് പട്ടയം നൽകി. ഒരു മരവും മുറിച്ചു മാറ്റരുതെന്ന നിയമം നിലനിർത്തിക്കൊണ്ട് പ്രധാനമായിട്ടും ഫുഡ് പ്രൊഡക്ഷൻ ഏരിയ എന്ന ഒരു കാലഹരണപ്പെട്ട ഒരു നിയമം തന്നെയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കാലഹരണപ്പെട്ടതായ എത്രയോ നിയമങ്ങൾ എടുത്തു കളഞ്ഞു. എന്നിട്ട് പോലും ഈ കർഷകരുടെ സങ്കടം ഇതുവരെയും ഗവൺമെൻറ്റുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതുവരെയും അത് ഞങ്ങൾക്ക് അനുകൂലമായൊരു നിയമമായി പുറത്തു വരാത്തത് മൂലം ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. ആളുകൾ ഗവൺമെൻറ്റിനെ സമീപിക്കുമ്പോൾ ഓരോ തടസ്സങ്ങൾ പറഞ്ഞ്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ സമീപിക്കും, ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പലരുടെയും പറമ്പിൻ്റെ ഓരത്ത് വനമുണ്ട്. അവിടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ മരം മുറിക്കുകയും പുതിയ മരം വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ സാധാരണക്കാരുടെ പറമ്പിൻ്റെ അതിരിനകത്ത് അത്തരമൊരു പ്രവൃത്തി സാധ്യമല്ല. ഇതിനെതിരെ പഞ്ചായത്ത് അധികൃതരും ജനങ്ങൾക്കൊപ്പമുണ്ട്. ഈ മലയോര മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ പട്ടയ ഭൂമിയിലെ മരം മുറിക്കുക എന്നുള്ളത് ഇവിടെ പട്ടയം കിട്ടിയ കാലം മുതലുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. പക്ഷേ അത് ഗവൺമെൻറ് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ സ്വന്തമായി ഇന്ന് ഒരു വീട് പോലും, പഞ്ചായത്ത് കൊടുക്കുന്ന ഒരു വീട് പോലും നിർമ്മിക്കുവാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. അവർ തന്നെ നട്ടു വളർത്തിയ മരം മുറിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വസ്തുത വലിയ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഇന്ന് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിന് പുറത്ത് കോന്നി ടൗൺ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വേണം ആളുകൾക്ക് എന്തെങ്കിലും ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ തടി ഇവിടെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. വായ്പയെടുത്തും പലിശക്കെടുത്തുമാണ് ഇവർ പറമ്പിൽ കൃഷി നടത്തുന്നത്. മരങ്ങൾ വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ സഹായമാകുമെന്ന് ഇവർ കരുതുന്നു. പാവപ്പെട്ടതായിട്ടുള്ള നമ്മുടെ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരായിട്ടുള്ളവർ ഇന്നത്തെ വില താങ്ങുവാൻ പറ്റാത്ത ഒരു ഭവനം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ താങ്ങാൻ പറ്റാത്തത്ര സാമ്പത്തികം വേണ്ടുന്ന ഒരവസ്ഥയിൽ അവരവരുടെ പറമ്പിൽ വെച്ച് നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷങ്ങളെ മുറിച്ച് അത് വീടിന് വേണ്ടി ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്.
ഇത് സാധാരണപ്പെട്ട ജനങ്ങളെ ഒത്തിരിയേറെ ദുരിതത്തിലാക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പിന്നെ സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാട് കടന്നെത്തുന്ന വന്യജീവികളെ തടഞ്ഞു നിർത്താൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പാതി വഴിയിലാണ്. വന്യജീവികൾ കൃഷിഭൂമിയിൽ കയറുന്നത് കാരണം സമാധാനപരമായി കൃഷി ചെയ്യാൻ കർഷകർക്ക് കഴിയുന്നില്ല. സോളാർ പദ്ധതി പ്രഖ്യാപിച്ചു എങ്കിലും കാര്യമായ സംരക്ഷണമില്ലാത്തത് പ്രശ്നത്തെ രൂക്ഷമാക്കുന്നു. കൃഷി ഉപജീവനമാക്കി കാർഷിക മേഖലയെ സമ്പന്നമാക്കുന്ന കർഷകരാണിവർ. ഭൂഘടനയനുസരിച്ച് അനുയോജ്യമായ കൃഷിയൊരുക്കിയാണ് ഇവർ ജീവിക്കുന്നത്. കാടരികിൽ താമസിക്കുന്നവർ വന്യജീവികളെ ഭയന്നാണ് കൃഷി നടത്തുന്നത്. ഇവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം ഇവിടുത്തെ വനസംരക്ഷണം എന്ന ചുമതല ഏറ്റെടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ്. 3 വനസംരക്ഷണ സമിതികൾ ഈ ജില്ലയിൽ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ നമ്മൾ നിൽക്കുന്ന മണ്ണിയറ എന്ന് പറയുന്ന പ്രദേശം. 3 സമിതികളുണ്ട്. ഈ സമിതികൾ ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കോന്നി ആനക്കൂട്ടിൽ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ സമിതികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന സംരക്ഷണത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ വനം വകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ വന്യമൃഗങ്ങളിൽ നിന്നും കർഷകർ അനുഭവിക്കുന്ന ഈ വലിയ പീഡനം ഇതിന് ഒരു പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി ഒന്നുകിൽ ഓരോ കർഷകർക്കും ഈ സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ തുക അനുവദിക്കുകയോ അല്ലാത്ത പക്ഷം മുഴുവൻ മേഖലകളിലും സോളാർ വേലിയെങ്കിലും സ്ഥാപിച്ച് അതിൻ്റെ കാലാകാലങ്ങളിൽ അടിക്കാട് തെളിച്ച് ജീവികൾ കൃഷിഭൂമിയിലേക്ക് കടന്നു വരാത്ത രീതിയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനംവകുപ്പ് നിയമം ഉയർത്തുമ്പോൾ പക്ഷേ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യം പരിഗണിക്കുന്നില്ല. 3 പതിറ്റാണ്ടായി ഇവർ കാർഷികാവശ്യങ്ങൾക്കും ജീവിതാവശ്യങ്ങൾക്കുമായി ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ പരാതികൾ ഉന്നയിക്കുകയാണ്. സ്വന്തം പറമ്പിൽ സ്വാതന്ത്ര്യം വേണമെന്നാണ് ഈ പാവം ജനത പറയുന്നത്. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇവർക്ക് കാലഹരണപ്പെട്ട ഒരു നിയമം തടസ്സമാകുന്നത് ഭരണകൂടം അറിയേണ്ടതുണ്ട്.